ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിലെ 66 പുസ്തകത്തിൽ 2 പുസ്തകം വനിതകളുടെ പേരിൽ ദൈവം തിരഞ്ഞെടുക്കുവാൻ എന്താണ് കാരണമെന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. അതായത് ദൈവം ചിലരുടെ ജീവിതത്തെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നുകൊണ്ട് ചില സന്ദേശങ്ങൾ ദൈവം തരാറുണ്ട്. അപ്രകാരം 2 വ്യക്തി ജീവിതങ്ങളുടെ 2 വനിതാ രത്നങ്ങളുടെ ജീവിത ശൈലികളെയും ജീവിത രീതികളെയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു സന്ദേശം ദൈവമായ കർത്താവ് നമുക്ക് തരികയാണ്. നമുക്ക് നോക്കാം, രൂത്തിൻ്റെ പുസ്തകം ഞങ്ങൾക്ക് നോക്കാമെങ്കിൽ ആദ്യം രൂത്ത് നോക്കാം. 4 അധ്യായങ്ങളെ അതിനകത്തുള്ളെങ്കിലും രൂത്തിനെ പ്രതിനിധീകരിക്കുന്നത് തന്നെ ജാതികളുടെ രക്ഷയെ കാണിച്ചുകൊണ്ടാണ്. അതായത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ദൈവം എന്ന് പറയുന്നത്. അവർ ദൈവത്തെ ജാതികൾക്ക് കൊടുക്കത്തില്ലായിരുന്നു, ആ ഒരു രീതിയിലായിരുന്നു. എന്നാൽ ജാതികൾക്കും ഒരു രക്ഷ ആവശ്യമായിരിക്കാൻ രൂത്തിലൂടെ ജാതികളുടെ രക്ഷയെ ദൈവമായ കർത്താവോടെ വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാതികൾക്കും, അതായത് ദൈവമില്ലാത്ത ജനത്തിനും ദൈവത്തെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ദൈവം അവർക്കും കൂടി വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. അതിൽ 1-ാമത്തെ അധ്യായം, രൂത്ത് 4 അധ്യായങ്ങളെ അതിനകത്തുള്ളെങ്കിലും ഓരോ അധ്യായങ്ങളും ആ രൂത്തിൻ്റെ ഓരോ പടി കയറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ അവസ്ഥയെക്കുറിച്ച് കാണിക്കുകയാണ്. അതായത് ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവമില്ലാത്ത ഒരു ദൈവ പൈതൽ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഓരോ പടിപടിയായിട്ട് ദൈവത്തിലേക്ക് അടുക്കുന്നത് എങ്ങനെയാണെന്ന് രൂത്തിൻ്റെ ഈ പുസ്തകത്തിലൂടെ 4 ചാപ്റ്ററിലൂടെ നമ്മെ വരച്ച് കാണിക്കുകയാണ്. രൂത്തിൽ വരുന്ന വഴിയിലൂടെയും ഒരു വിശ്വാസി ദൈവമില്ലാത്ത ഒരാൾ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്നും ഈ 4 ചാപ്റ്ററിൽ കൂടെ ദൈവമായ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് 1-ാമത്തെ ചാപ്റ്ററിൽ നോക്കാം. അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന 1-ന്റെ 6-ാമത്തെ വാക്യം നോക്കുമ്പോൾ അവൾ മോവാബ്യ ദേശത്തുള്ള മോവാബ്യ സ്ത്രീയാണ്. രൂത്ത് എന്ന് പറഞ്ഞാൽ മോവാബ്യ സ്ത്രീയാണ്. അതായത് ദൈവമില്ലാത്ത ജാതികളായിട്ടുള്ള വിഗ്രഹങ്ങളെ സേവിക്കുന്ന സത്യദൈവത്തെ അറിയാത്ത ആ ദേശത്തു നിന്നുള്ള ഒരു സ്ത്രീയാണ് രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രൂത്ത് പറയുന്നൊരു വാക്കുണ്ട്, തീരുമാനമുണ്ട്. നിന്നെ വിട്ടു പിരിയുവാനോ നിൻ്റെ കൂടെ വരാതിരിക്കുവാനോ എന്നോട് പറയരുത്. നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ എവിടെ മരിച്ചടക്കപ്പെടുന്നുവോ അവിടെ ഞാനും മരിച്ചടക്കപ്പെടും. ഈ തീരുമാനം എടുക്കത്തക്കവണ്ണം രൂത്തിനെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് നഹോമി തന്നെയാണ്. അപ്പോൾ അതായത് എന്താണ്, ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അവരെ സന്ദർശിക്കുവാനും ദൈവത്തിലേക്ക് വരുവാനും ഇടയായിത്തീരും. അപ്പോൾ നഹോമിയിൽ നിന്ന് കേട്ട ആ തിരുവചനമാണ് അവളെ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് ദൈവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാര്യം എത്ര മനോഹരമെന്ന് പറയുമ്പോൾ വചനം പറയാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാത്തവനിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് പറയുക, അറിഞ്ഞവർ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. നവോമി അത് പറഞ്ഞത് മുഖാന്തരമാണ് രൂത്തിന് ദൈവത്തിലേക്ക് വരുവാനുള്ളൊരു അവസരം ഉണ്ടായത്. നാം ഒരിക്കലും മറ്റുള്ളവരുടെ അവസരത്തെ നാം നഷ്ടമാക്കുവാൻ ഇടവരുത്തരുത്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് നാം അവസരം നഷ്ടമാക്കാതെ ഓരോരുത്തരോടും നാം ദൈവത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമാണ്. അപ്പോൾ രൂത്ത് വന്നു കഴിഞ്ഞു 1-ാമത്തെ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞ് 2-ാമത്തെ ചാപ്റ്ററിൽ രൂത്ത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. വയൽക്കാരിലോട് ചേർന്ന് കൊള്ളുക, അവൾ കഴിയുന്ന നിലത്തിൽ ദൃഷ്ടി വെച്ച് കൊള്ളുക. ഇപ്പോൾ രൂത്ത് നിലത്തിലാണ്, അതായത് വയലിലാണ്. അതായത് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചർച്ചിനകത്താണ്. അപ്പോൾ അവിടെ വന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയോടൊപ്പം ചേർന്ന് പോകുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ വന്നപ്പോൾ ബാല്യക്കാർ അവിടെ പറയുന്നുണ്ട്, നീ അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, അവരുടെ പിന്നാലെ പോകണം. അപ്പോൾ പുതിയതായി വന്നവർക്ക് അറിയത്തില്ല ഇതിൻ്റെ ചട്ടങ്ങൾ എങ്ങനെയാണ്, നിയമങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നാലെ നിന്നുകൊണ്ട് മുന്നിൽ ചെയ്യുന്നവരെ കണ്ടു പഠിച്ച് മുന്നോട്ട് പോവുക, അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല ആദ്യമായി വന്നിട്ട് ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ പിന്നാലെ പോയി എല്ലാം പഠിക്കേണ്ടത് ഒരാവശ്യമാണ്. എന്നിട്ട് തന്നെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ പിന്നാലെ പൊയ്ക്കൊള്ളുക. ഓക്കെ, അപ്പോൾ അവിടെ അവൾ പിന്നാലെ ചെന്നിട്ട് അവിടെ കാല പറക്കുകയാണ്, ഒന്നൊന്നായിട്ട് അവിടെ പറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൊച്ചു ഉപദേശങ്ങൾ, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ഇങ്ങനെയുള്ള ഓരോരോ കൊച്ചു ഉപദേശങ്ങളെ, കൊച്ചു വാക്യങ്ങളെ പറഞ്ഞു കൊടുത്ത് അവരിങ്ങനെ ഒന്നൊന്നായിട്ട് അതിനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വചനങ്ങൾ അവിടെ ഹൃദയത്തിന് ക്രിയ ചെയ്ത് അവർ ദൈവത്തിലേക്ക് അവർ അടുക്കുവാനും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരത്തക്കവണ്ണം ഓരോ കൊച്ചു കാര്യങ്ങളിലൂടെ
കുറച്ചുകൂടെ അവർ ദൈവത്തിലേക്ക് അടുത്ത് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ 2:15 വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ കറ്റകളുടെ ഇടയിൽ അവർക്ക് ഇട്ട് കൊടുക്കണം, കറ്റകൾ വലിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഈ ഒന്നൊന്നായിട്ട് ചെറിയ ചെറിയ ഉപദേശങ്ങൾ കേട്ട് ഇപ്പോൾ അവർ കുറച്ചുകൂടെ പക്വത വന്നു കഴിഞ്ഞു. ഇച്ചിരി കൂടെ വലിയ ഒരു ഉപദേശം കേൾക്കുവാൻ തക്കവണ്ണം പാകമായ ഒരു വിശ്വാസി പദത്തിലേക്ക് അല്ലെങ്കിൽ പക്വതയുള്ള ഒരു വിശ്വാസിയിലേക്ക് അവൾ എത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ ഒരു വിശ്വാസി വന്നു കഴിഞ്ഞാൽ, ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടല്ല, കാലക്രമേണ അവർ ഓരോ പടി മേളിലോട്ട് അവർ ആത്മീയ പക്വതയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇനിയും വലിയ കുറച്ചുകൂടെ വലിയ ഉപദേശം കൊടുക്കുക. ഒരു വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ദൈവത്തെ ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് അവിടെ പറയുവാൻ കഴിയുന്നു. അവർക്ക് അതിനെല്ലാം ഉൾക്കൊള്ളുവാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിക്കഴിയുവാൻ ഇടയായിത്തീരുന്നു. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. 3:9 വാക്യം അവിടെ വായിക്കുമ്പോൾ അവിടെ ബോവസ് തിന്നു, 7-ാമത്തെ വാക്യം, ബോവസ് തിന്ന് തൃപ്തിയായി ഹൃദയം തെളിഞ്ഞ ശേഷം യവകുമ്പാരത്തിൻ്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു. അവളും പതുക്കെ ചെന്നു അവൻ്റെ കാലിനോടുള്ള അടുക്കപ്പോയി കിടക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ ബോവസിൻ്റെ വീട്ടിൽ പോയി എന്നല്ല, ബോവസിൻ്റെ ബെഡ്റൂമിനകത്തുള്ള കാര്യമല്ല ഈ പറയുന്നത്. ബോവസും അവിടെ വയലിൽ കൂമ്പാരത്തിൻ്റെ അവിടെ തിന്ന് തൃപ്തിയായിട്ട് ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുവാൻ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആ വയലിൽ തന്നെയാണ് രൂത്തും അവിടെ കടന്നു ചെല്ലുന്നത്. അവിടെ രൂത്ത് ചെന്നിട്ട് ആ കാണുന്ന ഭാഗം എന്ന് വെച്ചാൽ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ കാണിക്കുകയാണ്. ദൈവവുമായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നു കഴിയണം. അപ്പോൾ ഇത്രയും പടികൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ദൈവവുമായിട്ട് അടുക്കുന്നതിനുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് അവർ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവമില്ലാത്തൊരു വ്യക്തി ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എത്തത്തക്കവണ്ണം അത്രയും സ്റ്റെപ്പ് അവർ കയറി വരുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാലുള്ള ഗുണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ബോവസും അവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോവസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ പുതപ്പ് പിടിച്ചു തരിക, ഞാൻ അതിനെ തരാമെന്ന്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? പുതപ്പ് പിടിച്ചു കൊടുത്തപ്പോൾ 6 ഇടങ്ങഴി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 6 ഇടങ്ങഴി അവർക്ക് അളന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ അവിടെ ഈ കാല പറക്കുന്ന അവസ്ഥയില്ല, കൊച്ചു ഉപദേശങ്ങളല്ല അവിടെ കേൾക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വളർന്ന ഉപദേശമല്ല കേൾക്കുന്നത്. അവിടെ വലിയ ഒരു എമൗണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന നിലയിലുള്ള അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ദൈവമായ കർത്താവിൽ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ 6 ഇടങ്ങഴി അളന്നു കൊടുക്കുകയാണ്. അവർക്ക് തലയിൽ ചുമ്മിക്കൊണ്ട് പോകത്തക്കവണ്ണം നിലയിൽ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾ വാങ്ങി എന്താണ്, അവൾ നേരെ കൊണ്ടുപോയി അവൾ സ്വന്തമായിട്ട് സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നേരെ അവൾ പട്ടണത്തിലേക്ക് പോയി എന്നും താഴെ കാണുവാൻ കഴിയും. എന്താണ് അതിൻ്റെ മീനിങ്, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അവൾ പട്ടണത്തിലേക്ക് ചെന്ന് അതിന് വ്യാപാരം ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ ആ പദവിയിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അവർ കിട്ടുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ട്രാക്റ്റ് മുഖാന്തരമോ പേഴ്സണൽ ഇവാഞ്ചലിസമോ അല്ലെങ്കിൽ ഏത് വിധേനയായാലും ദൈവത്തെക്കുറിച്ച് പറയുന്ന ആ അവസ്ഥയിലേക്ക് പട്ടണത്തിലേക്ക് പോകുവാൻ ഇടയായി. ദൈവം കൊടുത്തതും കൊണ്ട് അവൾ പട്ടണത്തിലേക്ക് വ്യാപാരത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഈ ബോവസ് രൂത്ത് അല്ലെങ്കിൽ വന്ന ഒരു വിശ്വാസി പിന്നാലെ പൊയ്ക്കൊണ്ടിരുന്നവർ ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റിൻ്റെ സ്ഥാനം വരെ എത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആ വലിയ പദവിയിലേക്ക് അല്ലെങ്കിൽ അവിടം വരെ എത്തത്തക്കവണ്ണം ഇവർ ആത്മീയമായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും എന്ന് പറയുന്ന പോലെ പുതിയ വന്നവരായാലും അവർ പെട്ടെന്ന് കാലുകൾ വെച്ച് കഴിഞ്ഞാൽ അവർ അതേ പദവിയിലേക്ക് എത്തപ്പെടുവാൻ ഇടയത്തിരുന്നു. ഇവിടെയാണ് ആ വാക്യത്തിൻ്റെ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉഴപ്പിയിരുന്നാൽ പിന്നെ തന്നെ ഇരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പദവി ഇവരെ എത്തപ്പെടുവാൻ ഇടയത്തിയിരുന്നു. ഇവിടെ രൂത്ത് ഇവിടെ എത്തിയത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൾ ആ പട്ടണത്തിലേക്ക് പോയി ആ വ്യാപാരം ചെയ്യത്തക്കവണ്ണം അവിടെ എത്തപ്പെടുവാൻ ഇടയത്തിയിരുന്നു. 4ൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 10ൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഈ മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ഞാൻ ഭാര്യയായി വാങ്ങിയിരിക്കുന്നു. ഇവിടെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മുടെ അരുമനാഥനായ കർത്താവും നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ചെയ്തത്. അവിടെ വില കൊടുത്ത് വാങ്ങിയ രൂത്തിനെ പോലെ തന്നെ സെയിം നമ്മെയും ദൈവമായ കർത്താവ് സ്വന്തം ജീവനെ നൽകിക്കൊണ്ട് വിലയ്ക്ക് വാങ്ങി, ഭാര്യയായി വിലയ്ക്ക്
വിലയ്ക്ക് വാങ്ങി. ഇന്ന് നാം ഓരോരുത്തരും മണവാട്ടി പദത്തിൽ എത്തപ്പെട്ടുവെങ്കിലും കർത്താവിൻ്റെ വരവെങ്കിൽ ആ ഭാര്യ പദവി അലങ്കരിക്കത്തക്കവണ്ണം നമ്മൾ ഈ റിയലായിട്ടുള്ള സംഭവങ്ങളെല്ലാം ദൈവം അത് ഉപമയിൽ കൂടെ പറയുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞാൽ എന്നാൽ ശരി, കർത്താവിൻ്റെ മണവാട്ടിയായിപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പദവിയിലേക്ക് എത്തപ്പെടത്തക്കവണ്ണം ഏറ്റവും പ്രധാന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ഹസ്ബൻഡും ഭാര്യ എന്നുള്ള പറയുന്നതാണ്. അപ്പോൾ ആ പദവിയിലേക്ക് എത്തപ്പെടത്തക്കവണ്ണം നാം ഓരോരുത്തരും ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഇന്ന് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് ദൈവപാദപീഠത്തിൽ വന്ന ഓരോരുത്തരും ഇന്ന് ആ കർത്താവിൻ്റെ മണവാട്ടി പദം എന്ന സ്ഥാനം അലങ്കരിക്കുന്നതാണ് നാം ഓരോരുത്തരും. ദൈവമില്ലാതിരുന്ന ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ദൈവമായ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ഇന്ന് ആ പദവി എത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഏത് വയലിലാണോ കാല പറക്കിയത് ആ വയലിൽ ഇന്ന് അവകാശിയായി മാറുകയാണ് രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ജാതിയായി കിടന്ന അവർ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെടാത്ത ദൈവമില്ലാത്തവർ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ വലിയ സ്ഥാനത്തെ കിട്ടുന്ന ആ പദവിയെ കാണിച്ചത് കൊണ്ടാണ് രൂത്തിൻ്റെ പുസ്തകത്തെ തിരഞ്ഞെടുത്ത് ദൈവമായ കർത്താവ് ബൈബിളിൽ കാണിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ എസ്തേർ എങ്ങനെയെന്ന് വെച്ചാൽ എസ്തേർ യഹൂദ സ്ത്രീ തന്നെയാണ്. യഹൂദ സ്ത്രീ ഇനി ഞാൻ രക്ഷപ്പെട്ടു, ദൈവത്തിൻ്റെ മണവാട്ടിയായി, ഇനി എനിക്ക് ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരുന്നാൽ, അതാണ് എസ്തേറിനെ കുറിച്ച് കാണിക്കുന്നത്. മിണ്ടാതെ ഇരുന്നാൽ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. യഹൂദനും മറ്റൊരു സ്ഥലത്തും രക്ഷയുണ്ടാകും, പക്ഷെ നീ അവിടെ ആയിരിക്കുന്നത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ദൈവമായ കർത്താവ് വളരെ ശക്തമായിട്ട് കാണിക്കുന്ന പുസ്തകം തന്നെയാണ് എസ്തേറിൻ്റെയും. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം കൂടെയുണ്ട്, മറ്റുള്ളവരെ കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അവിടെ എസ്തേർ കാണിച്ചത് സ്വന്തം ജീവനെ നഷ്ടമായാലും സാരമില്ല, സ്വന്തം ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജീവന് വേണ്ടി, വിടുതലിന് വേണ്ടി രാജാവിൻ്റെ മുന്നിൽ കടന്നു ചെല്ലുവാൻ കാണിച്ച ധൈര്യത്തെയാണ് ദൈവമായ കർത്താവ് എസ്തേറിനെയും കൂട്ടിച്ചേർക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ രക്ഷപ്പെട്ടല്ലോ, ഇനി എനിക്കൊന്നും അറിയണ്ട എന്നല്ല, ഏത് പ്രതികൂലത്തിൻ്റെ മധ്യേ മറ്റൊരുവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാരണമാകാമെങ്കിൽ സ്വന്തം ജീവനെ ബലിയർപ്പിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓടി രക്ഷപ്പെടുകയല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഈ പുസ്തകവും നമുക്കൊരു ഉദാഹരണം തന്നെയാണ്. ജാതിയായി കിടന്നവർ വന്നു കഴിഞ്ഞാൽ എത്തപ്പെടുന്ന ആ മണവാട്ടി പദം ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ പുണ്യം എന്ന് പറഞ്ഞ് നടക്കാനല്ല, മറ്റുള്ളവർക്കും കൂടെ നാം അത് രക്ഷയ്ക്ക് കാരണമായി തീരണം. സ്വന്തം ജീവൻ വില കൊടുത്തിട്ടായാലും നാം അതിനു വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. അതാണ് ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നതും. നമുക്ക് ഈ വാക്യങ്ങൾ നമുക്ക് ഗൃഹസ്ഥമാക്കാം. അതുപോലെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്മേൽ ആഴത്തിൽ പതിവാനും ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കുവാനും എല്ലാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.